അക്കൗണ്ടൻസി സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ? തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. വെൽക്കം ടു എഡ്യൂപോർട്ട്, മൈസെൽഫ് ഹംസത്ത് ലിബാൻ AK. നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഒരുപാട് +2 പഠിക്കാനുണ്ട്. ഈ സമയത്ത് +1 അക്കൗണ്ടൻസി നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്, അക്കൗണ്ടൻസി ഒരു പ്രോബ്ലം പേപ്പറാണ്. പ്രോബ്ലം പേപ്പർ ഒരിക്കലും നമുക്ക് വായിച്ച് പഠിക്കാൻ പറ്റില്ല. തീർച്ചയായും നിങ്ങൾ എഴുതി തന്നെ പ്രോബ്ലം പേപ്പേഴ്സ് ചെയ്യണം. 3-4 ചാപ്റ്റേഴ്സ് മാത്രം തിയറിറ്റിക്കൽ ആയിട്ടുള്ളതുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം? വായിച്ച് പഠിക്കാം. അല്ലാത്ത എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. രണ്ടാമത്, നമ്മുടെ അക്കൗണ്ടൻസിയുടെ എക്സാം പാറ്റേൺ തീർച്ചയായും പഠിച്ചിരിക്കണം. അതായത് ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇന്നതായിരിക്കും മിക്കവാറും ചോദിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 2 എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. എല്ലാ വർഷവും 8 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കുന്നത് ആ ഒരു ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താണ്? ഒരു ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറയും. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണെങ്കിൽ എന്ത് ചോദിക്കും? നിങ്ങൾ BRs പ്രിപ്പയർ ചെയ്യാൻ പറയും. റെക്ടിഫിക്കേഷന്റെ ചാപ്റ്റർ എന്നാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക? ഒരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അതിലുള്ള എറർ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറയും. ഓരോ ചാപ്റ്ററിൽ നിന്നും ആ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്ത് എന്താണോ എക്സാമിന് ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും എന്തിരിക്കണം? അറിഞ്ഞിരിക്കണം. അപ്പം അത്തരത്തിലുള്ള നല്ല നല്ല അറിവുകൾ കേൾക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എഡ്യൂപോർട്ടിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എഡ്യൂപോർട്ടിന്റെ ഇംപ്രൂവ്മെന്റ് ബാച്ച് +2 പഠിക്കുന്ന കുട്ടികൾക്ക് +1 ഇംപ്രൂവ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു ഇംപ്രൂവ്മെന്റ് ബാച്ച് നമ്മൾ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂപോർട്ടിന്റെ +2 ചാനലിൽ തിങ്കളാഴ്ച നമ്മുടെ ലൈവ് നടക്കുന്നുണ്ട്. ആ ലൈവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ എങ്ങനെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമിന് അറ്റൻഡ് ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഇംപ്രൂവ്മെന്റ് ബാച്ച് ഓപ്പണിംഗിൽ കാണാം. അതുവരെ ബൈ ബൈ.